വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. വിശ്വാസികളെ, ആ ബന്ധനം ദൈവം തന്നതാണ്. അത് കർത്താവ് നിങ്ങൾക്ക് തന്നൊരു സമ്മാനമാണ്. അല്ലെങ്കിൽ നിങ്ങളത് അനുഭവിക്കാൻ യോഗ്യനാണെന്നൊക്കെ പറയുമ്പോൾ ഈ പുസ്തകം കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ദൈവസന്നിധി പറയാൻ കഴിയണം, കർത്താവേ, നീ അനുവദിച്ചതാണെങ്കിലും അത് നന്മയ്ക്കായേ തീരുമെന്ന് എനിക്കറിയാം. 2, നീ എന്നെ കഷ്ടങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്, അടിപ്പിണരേറ്റെടുത്തത് ഞാൻ രോഗിയാകാനല്ല, ഞാൻ സൗഖ്യമാകാനാണ്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്കിതാ അസുഖങ്ങൾ വന്നിരിക്കുന്നു എന്നല്ല, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവേ, അതൊന്ന് വിശ്വസിക്കാൻ എനിക്ക് കൃപ തരണേന്നൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ മൈൻഡിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വികാരങ്ങളിൽ, എൻ്റെ വിചാരങ്ങളിൽ ഞാൻ കൊണ്ട് നടക്കുന്ന കുറെ നെഗറ്റീവ് തോട്ടുകളെ, കുറെ പാഴായ പ്രസംഗങ്ങളെ, കുറെ എനിക്കൊരു പ്രയോജനമില്ലാത്ത കുറെ ചിന്താഗതികളെ ഒന്ന് പൊളിക്കാൻ ഒരു കൃപ എനിക്ക് തരണേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. പരീശന്മാർക്ക് പോലും മിണ്ടാൻ പറ്റിയില്ല അബ്രഹാമ്യ സന്തതി നേരെ നടക്കേണ്ടതാന്ന് പറഞ്ഞപ്പോൾ. കാരണം അവർക്ക് പോലും അറിയാം അബ്രഹാമ്യ സന്തതി ബന്ധനത്തിന്റെ കീഴിലല്ല, അവൻ സൗഖ്യത്തിന്റെ കീഴിലാണ്, അവൻ അനുഗ്രഹത്തിന്റെ കീഴിലാണ്, അവൻ വിടുതലിന്റെ കീഴിലാണ് എന്ന സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിബന്ധനകളെ തകർത്ത് യേശുവിടെ ബന്ധനം അഴിച്ചു. എന്തായിരുന്നു നിബന്ധന? ശബത്താണ്. ശബത്തിൽ സൗഖ്യമാക്കിക്കൂടാ. പക്ഷെ കർത്താവ് പറയുന്നു, അബ്രഹാമ്യ സന്തതിക്ക് വിടുതലുണ്ടാകാൻ നിബന്ധനകളില്ല, ഒരു വകുപ്പുമില്ല. അവൻ ഏത് സമയവും ബ്ലെസ്ഡ് ആയിരിക്കണം, അവൻ ഏത് സമയവും സൗഖ്യത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു അല്ലേ പറഞ്ഞത്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല കാര്യങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നന്മ എത്ര അധികം ചെയ്യുമെന്ന് പറഞ്ഞ ദൈവം നിനക്ക് തിന്മ ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ ആഴമായി മനസ്സിലാക്കി തരാം, സൗമ്യതയോടെ പറയാം. നീ എന്ത് വിശ്വസിക്കുന്നോ അതായിരിക്കും നീ അനുഭവിക്കുന്നത്. നീ എന്താണോ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അതായിരിക്കും നിന്റെ ലൈഫ്. നിന്റെ സ്വപ്നങ്ങൾക്ക് എത്ര ഉയരമുണ്ടോ നീ അത്രയും ഉയരത്തിലേക്ക് പറക്കും. നിന്റെ വിശ്വാസത്തിന് എത്ര അടിസ്ഥാനമുണ്ടോ നിന്റെ വിശ്വാസ ജീവിതം അത്രത്തോളം ശക്തമായിരിക്കും. എന്താണോ ആഴമായി വിശ്വസിച്ചിരിക്കുന്നത്, ആ വിശ്വസിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്ന ഘടകം. നെഗറ്റീവായുള്ള കുറെ കാര്യങ്ങളും, കുറെ പ്രസംഗങ്ങളും, കുറെ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. ഈ നെഗറ്റീവായിട്ടുള്ള പ്രസംഗങ്ങൾ പറയുന്ന ആൾക്കാർ പോലും പേഴ്സണലി അവർ പ്രോസ്പെരിറ്റിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് ദൈവസന്നിധിയിൽ നിന്നോട് പറയട്ടെ, എൻ്റെ ആഗ്രഹം നിങ്ങൾ എന്നെക്കാളും അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ ദേശത്തിൽ മാനിക്കപ്പെടണം, എല്ലാവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകണം, എല്ലാവിധ വിടുതലുകളും നിങ്ങൾക്കുണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ വലിയ സമൃദ്ധി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകണം. ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. മറ്റൊരു അബ്രഹാമീയ സന്തതിയുടെ ജീവിതത്തിൽ നടക്കുന്ന വിടുതലിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ലൂക്കോസ് 19:1 മുതലുള്ള വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ, അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാലിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷനെ കണ്ടു. വായിക്കാം പാസ്റ്ററെ. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കർത്താവ് പബ്ലിക്കലി ഡിക്ലെയർ ചെയ്യുകയാണ്, ഇവൻ അബ്രഹാമിന്റെ മകനാണ്. He also is a son of Abraham. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. എപ്പോഴാണ് യേശു ഇത് പറഞ്ഞത്?
സക്കായി എന്ത് പറഞ്ഞപ്പോഴാണ് യേശു ഇത് പറഞ്ഞത്? സക്കായി പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരു അബ്രഹാമിയ സ്വഭാവമായിരുന്നു. എന്തുവാ ഈ കൊടുക്കുന്നത്? അബ്രഹാമിയ സ്വഭാവമാണ് ഈ കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരു ദൈവി ഗിവിംഗ് ഈസ് ദ നേച്ചർ ഓഫ് ഗാഡ്. നിങ്ങൾ എഴുതി വെച്ചോ, ഗിവിംഗ് ഈസ് ദ നേച്ചർ ഓഫ് ഗാഡ്. നൽകുക എന്ന് പറയുന്നത്, കൊടുക്കുക എന്ന് പറയുന്നത് ദൈവികമായ സ്വഭാവമാണ്. നിങ്ങൾ ഈ ഭൂമിയെ ഒന്ന് നോക്കിയേ. ദൈവം സൃഷ്ടിച്ച സകലത്തെ ഒന്ന് പരിശോധിച്ചേ. ദൈവം സൂര്യനെ സൃഷ്ടിച്ചു. സൂര്യൻ എന്ത് ചെയ്യുന്നു? വെളിച്ചവും ചൂടും കൊടുക്കുന്നു. ദൈവം ഇവിടെ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു? ഫലം കൊടുക്കുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം, ദൈവം ഈ ഭൂമിയിൽ താൻ ക്രിയേറ്റ് ചെയ്തതെല്ലാം ഓരോന്നും ഡിഫറൻ്റ് ആയ നിലയിൽ ഒന്നിനൊന്ന് കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. വെളിച്ചം കൊടുക്കാൻ, ചൂട് കൊടുക്കാൻ സൂര്യനെ സൃഷ്ടിച്ചു. നിലാവെളിച്ചം കൊടുക്കാൻ ചന്ദ്രനെ സൃഷ്ടിച്ചു. ഫലങ്ങൾ നൽകാൻ വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. എല്ലാം ഗിവിംഗ് ആണ്, മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ്. അബ്രഹാമിയ സന്തതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് മനുഷ്യരെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കുക, കൊടുക്കുക എന്നുള്ളത്. ഒന്ന് അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കിയേക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിനക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ തരിക മാത്രമല്ല, കുടുംബത്തിൽ, ദേശത്തിൽ, ചർച്ചക്കാരുടെയിൽ, സമൂഹത്തിൽ, സമസ്ത മേഖലകളിലും നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. കൈ തലയിലോട്ട് വെച്ച് പറയാമോ? ഞാൻ അബ്രഹാമിനെ പോലെ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 12-ാം അധ്യായത്തിന്റെ ശ്രദ്ധിച്ചേ 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലാണ് ഈ വാഗ്ദത്തം അബ്രഹാമിന്റെ മേളിൽ വീഴുന്നത്, പ്രോമിസ് വന്ന് വീഴുന്നത്. എന്താണ് പ്രോമിസ്? ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലുള്ള സകല ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു, അബ്രഹാമിനെ ബ്ലസ് ചെയ്തു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ വാക്യം ഇങ്ങനെ, അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെ അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. And Abraham was very rich. The Bible says he was very rich. Not a rich person, was very rich in cattle, in silver and in gold. സ്തോത്രം. പുറമേയും അനുഗ്രഹിച്ചു, തന്റെ പട്ടണത്തിന്റെ പ്രഭുവാക്കി അവനെ മാറ്റി, ദേശത്തിൽ ദൈവം മാനിച്ചു. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് പ്രിയരെ. ഞാനതാ പറഞ്ഞത്, എൻ്റെ ജീവനും എൻ്റെ ഭക്തിക്കും വേണ്ടതെല്ലാം എൻ്റെ ദൈവം തരുന്നവനാണ്. ഈ അബ്രഹാമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ കന്നുകാലി, വെള്ളി, പൊന്നി വകയിലെല്ലാം ബ്ലസ് ചെയ്തപ്പോഴും, ബഹുസമ്പന്നനായിരുന്നപ്പോഴും, തൻ്റെ ഫോക്കസ്, തൻ്റെ ആറ്റിറ്റ്യൂഡ്, തൻ്റെ മനോഭാവം, അതാണ് ശ്രദ്ധിക്കുന്നത്. അവിടെയാണ് പല മനുഷ്യർക്കും തെറ്റുകൾ സംഭവിക്കുന്നത്. ഈ സാമ്പത്തികമായ, ഭൗതികമായ, മെറ്റീരിയലായിട്ടുള്ള ബ്ലസ്സിങ്ങുകളുടെ പുറകെ ആൾക്കാർ പോയിട്ട് ദൈവനിഷേധികളായി ദൈവത്തെ മറന്നു കളഞ്ഞ് ദൈവവചനത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പക്ഷെ അബ്രഹാമിനെ നിങ്ങൾ നോക്കുക. ദൈവം ഒരിക്കലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിൽ അസൂയുള്ളവനോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് തടയുന്നവനോ അല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് നിങ്ങളെ ഇഷ്ടമില്ലാത്തവരാണ്, അസൂയുള്ളവരാണ്.
ദൈവം ഒരിക്കലും അങ്ങനെയല്ല. പ്രൈസ് ഗോഡ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ബഹുസമ്പന്നനായപ്പോഴും എവിടെ താൻ ചെന്നാലും താൻ കൂടാരം അടിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കും. താനൊരു കൂടാരം കെട്ടിയാൽ തനിക്കും സാറായിക്കും മാത്രമല്ല, ഇസഹാക്കിനും മാത്രമല്ല താൻ മുറിയുണ്ടാക്കുന്നത്. താൻ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു കൂടാരം മാറ്റിയടിക്കും. എവിടെ ചെന്നാലും താൻ യാഗപീഠം പണിയും. യാഗപീഠം പണിത് യഹോവയ്ക്ക് യാഗം കഴിക്കും. അപ്പം എത്രയും ഭൗതികമായി അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചിട്ടും, അവൻ നന്മകൾ പ്രാപിച്ചിട്ടും, ദൈവത്തെ ആരാധിക്കുന്നതിലോ, ദൈവത്തെ അനുഗമിക്കുന്നതിലോ, ദൈവത്തിൽ വിശ്വസിക്കുന്നതിലോ അവൻ ഒരിക്കലും കുറവുകൾ വരുത്തിയില്ല. അവന്റെ ഫോക്കസ് വെള്ളിയിലോ പൊന്നിലോ പണത്തിലോ കന്നുകാലികളിലോ ഇതിലൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇതെല്ലാം അബ്രഹാമിന്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. അതാണ് 23-ാം സങ്കീർത്തനം പറയുന്നത്, യഹോവ നിങ്ങളുടെ ഇടയനാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പാസ്റ്റർ ക്രിസ് ഒയാക്കിലോമി എന്നൊരു ദൈവദാസൻ ഒരിക്കൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നിനക്ക് മുട്ടുണ്ടെങ്കിൽ യഹോവ ഇപ്പോഴും നിന്റെ ഇടയനായി കൂടെ ഉണ്ടോ എന്ന് നീ ഡബിൾ ചെക്ക് ചെയ്യണം. എന്നെ കേൾക്കുന്നവരെ, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത ചരിത്രത്തെ എടുത്തുകൊണ്ട്, അത് മാത്രം വെച്ചുകൊണ്ട് ദൈവത്തെ കംപ്ലീറ്റ്ലി നിങ്ങൾ മാർക്കിടരുത്. ഓരോരുത്തരെയും ഡിഫറെന്റ് ലെവലിലാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചതുപോലെ അല്ല മോശയെ വിളിച്ചത്. മോശയെ വിളിച്ചതുപോലെ അല്ല ജോഷുവയെ വിളിച്ചത്. ജോഷുവയെ നിർത്തിയതുപോലെ അല്ല ഏലിയാവിനെ നിർത്തിയത്. ഏലിയാവിനെ പോലെ ആയിരുന്നില്ല എലീശ. യെശയ്യാവ് എന്ന പ്രവാചകനെ പോലെ ആയിരുന്നില്ല മീഖ എന്ന പ്രവാചകൻ. മീഖ എന്ന പ്രവാചകനെ പോലെ ആയിരുന്നില്ല സക്കരായ എന്ന പ്രവാചകൻ. ഡിഫറെന്റ് കോളിംഗ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മിനിസ്ട്രീസ് ഉണ്ട്. ഒരാളെ അങ്ങോട്ട് വിരൽ ചൂണ്ടി ബാക്കി എല്ലാവരെയും അതുപോലെ ആക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കാൻ ഞാൻ തയ്യാറാകണം. ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മകളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പൗലോസ് അപ്പോസ്തലൻ താൻ കുടുംബജീവിതത്തെ വെറുത്തു. താൻ കുടുംബജീവിതം ഇഷ്ടപ്പെട്ടില്ല. താൻ വിവാഹിതനല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. തനിക്ക് മക്കളില്ലായിരുന്നു. തനിക്ക് ബയോളജിക്കൽ പുത്രന്മാരോ പുത്രിമാരോ ഇല്ലായിരുന്നു. സ്പിരിച്വൽ സൺസേ ഉള്ളായിരുന്നു. പൗലോസിന്റെ കഥ പറയുന്നവര് അതുകൂടെ ചെയ്യാവോ? സ്തോത്രം, ഹല്ലേലൂയ. ഓരോരുത്തർക്കും ഓരോ കോളിംഗ്. പൗലോസിനെ പോലെ ആകാൻ പറ്റിയില്ല പത്രോസിന്. പത്രോസിന് അമ്മായിയമ്മ ഉണ്ടായിരുന്നു. പത്രോസ് മാരീഡ് ആയിരുന്നു. അതുകൊണ്ട് അമ്മായിയമ്മ ഉണ്ടായോണ്ടാണല്ലോ അമ്മായിയമ്മയെ സൗഖ്യമാക്കി കർത്താവ്. വല്ലവന്റെ അമ്മായിയമ്മയാണോ? അല്ല, പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയെന്ന്. അപ്പൊ പത്രോസിന്റെ കോളിംഗ് ആയിരുന്നില്ല പൗലോസിന്റെ കോളിംഗ്. ഡിഫറെന്റ് ആയിട്ട് ഓരോരുത്തരെ ദൈവം വിളിച്ചിട്ടുണ്ട്, ഓരോ നിലകളിൽ നിർത്തിയിട്ടുണ്ട്. ഒരാളെ അങ്ങോട്ട് കാണിച്ചിട്ട് നമ്മൾ അതുപോലെ ആകുക അല്ല. കർത്താവെ, എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം എനിക്ക് മുന്നോട്ട് പോകണം. എനിക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ എനിക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മുമ്പിൽ നീ വെച്ചിരിക്കുന്ന ശുശ്രൂഷകളെ എനിക്ക് ചെയ്യണം. അബ്രഹാമി അനുഗ്രഹം ക്രിസ്തുവേശുവിൽ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഈ പുസ്തകം പറയുന്നുണ്ടെങ്കിൽ, വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്ന വാഗ്ദത്ത പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ, ഐ നീഡ് ദാറ്റ് എബ്രഹാമിക് ബ്ലെസ്സിംഗ്. എനിക്കത് വേണം, എനിക്കതിൽ ജീവിക്കണം. ഹല്ലേലൂയ. ലോർഡ്, ഐ റിസീവ് ദാറ്റ് ലോർഡ്. എന്തായിരുന്നു അബ്രഹാമിന്റെ പ്രത്യേകത? അത് മറന്നു പോകരുത്. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അതിന്റെ പുറകെ പോകാനല്ല. അബ്രഹാം ഒരിക്കലും അതിന്റെ പുറകെ പോയില്ല. അബ്രഹാം ദൈവത്തിന്റെ പുറകെയായിരുന്നു. അബ്രഹാം ആരാധനയുടെ പുറകെയായിരുന്നു. അബ്രഹാം ദൈവത്തിന് യാഗപീഠം കിട്ടുന്നതിന്റെ തിരക്കിലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ മറ്റെല്ലാ നന്മകളും അബ്രഹാമിലേക്ക് വന്നു. അത് ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. പക്ഷേ ഇവിടെ ഉൽപ്പത്തി 12 അബ്രഹാമിനെ ദൈവം ബ്ലസ് ചെയ്തു, വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഉൽപ്പത്തി 13 വരുമ്പോൾ ആ വാഗ്ദത്തങ്ങൾ, ആ ബ്ലസ്സിങ്ങുകൾ റിയലായത് നമ്മൾ കാണുന്നു. സ്വർഗം അത് കൊടുത്തതായി നാം കാണുന്നു. ഉൽപ്പത്തി 14 വരുമ്പോഴാണ് ആ വാഗ്ദത്തങ്ങൾ നിലനിൽക്കാൻ,
ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, ഈ ശാശ്വതമായിരിക്കണമല്ല. ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവാനുഗ്രഹങ്ങൾ ശാശ്വതമായിരിക്കും, മാനുഷികമായത് ശാശ്വതമായിരിക്കത്തില്ല. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് ദൈവികമെങ്കിലോ നിലനിൽക്കും, മാനുഷികമെങ്കിലോ നശിച്ചു പോകും. അപ്പോസ്തല പ്രവൃത്തിയിലാണ് എഴുതിയിരിക്കുന്നത്, ഇത് ദൈവികമെങ്കിലോ നിലനിൽക്കും, മാനുഷികമെങ്കിലോ നശിച്ചു പോകും. അപ്പോ നിലനിൽക്കുന്ന നിലവാരമുള്ള ഒരു കുടുംബജീവിതം, അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ അത് ദൈവികമായിരിക്കും.